അസ്സലാമലൈക്കും. ഞാനിന്ന് ഉണ്ടാക്കാൻ പോണത് ചിക്കൻ കറിന്. അതിന് വേണ്ടി 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. 2 സബോള, മീഡിയം സബോള, 2 തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒന്നിച്ച് ഞാൻ ചതച്ചതിന്. ഇതിൽ 1 വെളുത്തുള്ളി ഫുള്ളായിട്ടുള്ളത്, ഇഞ്ചി ചെറുത് 1 ടീസ്പൂൺ, 5 പച്ചമുളക്, വേപ്പല. ഇതിനു വേണ്ടിയിട്ടുള്ള മസാലകൾ: 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളെ ആവശ്യത്തിനുള്ള ഉപ്പ് ഉപയോഗിക്കുക. 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ പെരുജീരകം എടുത്തിട്ടുണ്ട്, വലിയ ജീരകം. ശേഷം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഈ ചൂടായ എണ്ണയിലേക്ക് ഞാൻ ആദ്യം ഇടുന്നത് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റാണ്. ചൂടായ എണ്ണയിലേക്ക് ഞാൻ ആദ്യം പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് അത് ആദ്യം ഇട്ട്. എന്താണെന്ന് വെച്ചാൽ ആദ്യം എപ്പോഴും നമ്മൾ ചിക്കൻ കറി വെക്കുമ്പോഴായാലും മീറ്റ് വെക്കുമ്പോഴായാലും ആദ്യം ഈ പേസ്റ്റ് ഇടണം. അതിൻ്റെ പച്ചച്ചവം മാറിച്ച സബോള ഇടാൻ പാടും. ഇതൊന്ന് നന്നായി മൂത്ത് വന്നാൽ 2 സബോള നമ്മൾ അരിഞ്ഞ് വെച്ചത് ഇതിലിട്ട് വഴറ്റണം. ഇതോടുകൂടി നമ്മൾ ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പും ജീരകം, പെരുംജീരകം എടുത്ത് വെച്ചിട്ടില്ലേ, അതും കൂടി ഇട്ട് കൊടുക്കണം. ഇഞ്ചി വെളുത്തുള്ളി മൂത്ത് വന്നേക്ക് നമ്മൾ 2 സബോള അരിഞ്ഞ് വെച്ചത് ഇട്ടിട്ടുണ്ട്, ഉപ്പിട്ടിട്ടുണ്ട്, പെരുംജീരകം ഇട്ട് നന്നായി നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന 2 തക്കാളി ഇട്ട് വഴറ്റുക. ഈ സബോള ഇട്ടിട്ട് വഴറ്റുക. തക്കാളി നന്നായി വഴണ്ടി വന്നാൽ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 3 ടീസ്പൂൺ മല്ലിപ്പൊടി ഇതിലിട്ട് നന്നായി വഴറ്റണം. തീ കുറച്ച് ഇട്ടിട്ട് വേണം വഴറ്റാൻ. ആദ്യം മല്ലിപ്പൊടി ഇട്ട് നന്നായി വഴറ്റണം. മല്ലിപ്പൊടി നന്നായി വഴണ്ട് കഴിഞ്ഞതിന് ശേഷം 1 ടീസ്പൂൺ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടിയും ഇട്ട് 3/4 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഇട്ട് നന്നായി പച്ചച്ചവും മാറണ വരെയും വഴറ്റണം. കൂട്ടിലേക്ക് വേപ്പല ഇട്ട് കൊടുക്കണം. നിങ്ങൾക്ക് ആവശ്യമുള്ള അത്ര വേപ്പല ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇത്ര ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുക. 1 കിലോ ചിക്കൻ ഇട്ടതിന് ശേഷം എല്ലാ മസാലകളും കൂടി യോജിപ്പിച്ച് ഇതുപോലെ ഒരു 2 മിനിറ്റ് ഇതുപോലെ ഇടണം. ഇതിൽ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ചൂടുള്ള വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ചിക്കനും മസാലയുടെ മേലായിട്ട് ഇതുപോലെ നിൽക്കണം. വെള്ളം കൂടാനും പാടില്ല, കുറയാനും പാടില്ല. ഇതുപോലെ ചിക്കൻ്റെ മസാലയും മേലായിട്ട് വെള്ളം നിൽക്കണം. ഹൈ ഫ്ലെയിമിൽ നമ്മൾ ആദ്യം നല്ല തിള വരുന്ന വരെ 5 മിനിറ്റ് ഇടണം. അത് കഴിഞ്ഞിട്ട് പിന്നെ തീ കുറച്ചതിന് ശേഷം ചെറിയ തീയിൽ കുറച്ച് നേരം ഇടണം. ഒരു 5-10 മിനിറ്റ് കൂടി ഇടണം. ചിക്കൻ കറി ഇതുപോലെ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് 2 മിനിറ്റും കൂടി ഇതുപോലെ ഇങ്ങനെ തിളപ്പിക്കുക.